എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നു എന്ന് ആ വ്യക്തി പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ കുറുക്കൻ എൻ്റെ ചിത്രം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പല ആശങ്കയും മനസ്സിലുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എന്തിനു വേണ്ടിയാണ് സ്നേഹിച്ചത്? എന്തായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ? എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഇനിയുള്ള കാര്യങ്ങൾ, ചിന്തകൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട്. ആ വ്യക്തിയുടെ കാര്യം നേടുവാനാണോ നിങ്ങളെ സ്നേഹിച്ചത്? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നോ? നിങ്ങളോടുള്ള സ്നേഹം എന്നെന്നും ആ വ്യക്തി നിലനിർത്തുമോ എന്നിത്യാദി നിരവധി സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്ന് അകന്നു കഴിഞ്ഞപ്പോൾ, ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തീർത്തും എന്നെ ആ വ്യക്തി അവഗണിച്ചോ? അല്ലെങ്കിൽ എന്നെ ഇനി വേണ്ട എന്നുള്ള ഭാവമാണോ? അല്ലെങ്കിൽ ഇതും ആ വ്യക്തിയുടെ തന്ത്രമാണോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സ്വന്തം സ്വാർത്ഥതയൊക്കെ കുറേ ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി പറയുന്നത് നടക്കണം, ആ വ്യക്തി പറയുന്നത് മാത്രമേ അതിന് മേൽക്കോയ്മ കിട്ടണം. ഒരു പക്ഷേ ഒരു പിശുക്ക് സ്വഭാവം ഉണ്ടാകാം. നിങ്ങൾക്ക് വേണ്ടി കൈവിട്ടൊരു കളിക്കും തയ്യാറല്ല. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര കമ്മിറ്റ്മെൻറ്റോ ആത്മാർത്ഥതയോ കാണിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവ ശൈലി അങ്ങനെയായിരിക്കാം. ഒരു പരിധി വിട്ട് ആത്മാർത്ഥത ആരോടും കാണിക്കാത്തൊരു ശൈലിയായിരിക്കാം. ഒരു പരിധി വിട്ട് ആത്മാർത്ഥമായൊരു സമീപനം ഇല്ലാത്ത വ്യക്തിയാകാം. പക്ഷെ ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചില ചിന്തകൾ വന്നിരിക്കുന്നു, ചില പ്രതീക്ഷകൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ചില കുറ്റബോധങ്ങൾ വന്നിരിക്കുന്നു. മിസ്സായിപ്പോയത് വലിയ നഷ്ടമായിപ്പോയി. തൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് ആ വില അറിയുന്നത്. നിർബാധമായി നിങ്ങളിങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ ആ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കില്ല, അറിയില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം വിലപ്പെട്ടതായിരുന്നു. നിങ്ങളല്ലാതെ ആ വ്യക്തിയെ ആരും ആത്മാർത്ഥമായി മറ്റാരും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ കുറ്റബോധമുണ്ട്. ആ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ ആ വ്യക്തിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ഒരു സമീപനമായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് പരുന്ത് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. എന്നും ഉയർന്ന ചിന്തയും സ്വല്പ അഹം ചിന്തയും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. താനാണ് എല്ലാത്തിലും വലുത്. തൻ്റെ മുകളിൽ ആരുമില്ല. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് താനാണ്. ഏറ്റവും ഉയർന്ന സ്വപ്നം ഉള്ളത് തനിക്കാണ്. ഏറ്റവും ഉയർന്ന ചിന്ത തനിക്കാണുള്ളത്. താനല്ലാതെ മറ്റാർക്കും ഒന്നും ആർജിക്കാൻ കഴിയില്ല. തൻ്റെ വ്യക്തി പോലും, താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന വ്യക്തി പോലും തന്നെ സ്നേഹിച്ചത് തൻ്റെ കഴിവ് കൊണ്ടാണ് എന്നിങ്ങനെയുള്ളൊരു ചിന്തയിലാണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത്. കാര്യങ്ങളൊക്കെ ഇത്രയും കാലമൊക്കെ അങ്ങോട്ട് നടന്നും പോയി. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി, അങ്ങനെ ഞാൻ മുകളിൽ മാത്രം നിൽക്കേണ്ട ആളല്ല, താഴേക്കൊക്കെ ഇറങ്ങണമായിരുന്നു. എൻ്റെ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ എൻ്റെ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാതെ പോയതിനാൽ എനിക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ട്. ഞാൻ കുറേ നഷ്ടം പിണഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ വ്യക്തിയെ യഥാവിധി മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അകന്നു കഴിഞ്ഞപ്പോഴാണ്. അടുത്ത് നിങ്ങളുണ്ടായിരുന്നപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. നിങ്ങൾക്കെന്ത് തോന്നായാലെന്ത്, എന്നെ വിട്ട് ആരും പോകില്ല, എല്ലാവരും എന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് വരുന്നത് എന്നിത്യാദിയുള്ള ചിന്തകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. കാരണം ജീവിതത്തിൽ നിങ്ങൾ നൽകിയിരുന്ന സപ്പോർട്ട്, നിങ്ങൾ നൽകിയിരുന്ന സ്നേഹം അതാരും നൽകുന്നില്ല.
നിങ്ങൾ നൽകിയിരുന്ന സ്നേഹം ആരും നൽകാതെ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. ഏറ്റവും നല്ല സ്നേഹം നൽകിയതും ഏറ്റവും നല്ല ഇഷ്ടം നൽകിയതും ആത്മാർത്ഥത നൽകിയതും നിങ്ങളായിരുന്നു. ഇപ്പം പറന്ന് താഴെ വരാനും താഴെ വന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ എല്ലാ ചിന്തകളും എല്ലാ സ്വപ്നങ്ങളും വല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ശക്തി ആർജിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ടായ മിഥ്യാധാരണകളൊക്കെ മാറി ഇപ്പോൾ നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ കാല് പിടിക്കാനായിട്ട് നിങ്ങൾ എവിടെ ഉണ്ടെന്ന് നോക്കി നടക്കുകയാണ്. പഴയ ആ അഹങ്കാരമൊക്കെ മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഹങ്കാരം ഉണ്ടായത് നിങ്ങളടുത്തുണ്ടായപ്പോഴാണ്. നിങ്ങൾ അകന്നു കഴിഞ്ഞപ്പോൾ എല്ലാ അഹങ്കാരവും മാറി. താഴെയാണ് നിങ്ങളെന്നാണ് ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളാണ് എല്ലാത്തിലും മേലെ. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ സ്നേഹവും ആത്മാർത്ഥതയും ആ വ്യക്തിക്ക് കിട്ടിയേ തീരൂ. ആ വ്യക്തി നിങ്ങളെ തേടി നടക്കുകയാണ് കുറ്റബോധത്തോടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.